ഹായ്, നമ്മളിന്ന് TDS കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 192 മുതൽ 194T വരെയുള്ള സെക്ഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇപ്പൊ TDS എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്രാക്ടീസിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് TDS കുറിച്ചുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ 2025 ബഡ്ജറ്റിൽ ഒരുപാട് മാറ്റങ്ങളാണ് TDS കൊണ്ടുവന്നിരിക്കുന്നത്. ത്രഷോൾഡ് ലിമിറ്റ് മാത്രമല്ല, പല കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെ വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 ഫിനാൻഷ്യൽ ഇയർ മുതൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെക്ഷൻസ് ആയിട്ട് സെക്ഷൻ 192 മുതൽ 194T വരെയുള്ള ഓരോ സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 192 TDS ഓൺ സാലറി. അപ്പൊ നിങ്ങൾ ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാനത്തിൽ TDS വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് 2025-26 ഫിനാൻഷ്യൽ ഇയർ മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 12,75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും രൂപയ്ക്ക് നിങ്ങൾക്ക് ടാക്സ് വരാനായിട്ട് സാധ്യതയില്ല. അതിന് മുകളിലാണ് നിങ്ങളുടെ വരുമാനം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും TDS അവിടെ അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്ലാബ് റേറ്റിലാണ് TDS അപ്ലിക്കബിൾ ആവുക. ബാക്കിയുള്ള സെക്ഷനിലൊക്കെ ഒരു പ്രത്യേകിച്ചും പലപ്പോഴും നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് റേറ്റ് കാണാനായിട്ട് കഴിയും. പക്ഷേ സാലറിയുടെ കേസിൽ നിങ്ങളുടെ സ്ലാബ് റേറ്റിൽ നിങ്ങൾക്ക് TDS അപ്ലിക്കബിൾ ആവും. സെക്ഷൻ 192 സാലറിയുടെ TDSന്റെ അപ്ലിക്കബിലിറ്റിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 192A, അതായത് പ്രിമച്ചർ വിഡ്രോവൽ ഓഫ് PF ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ട് 5 വർഷത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ഒരു എംപ്ലോയ്മെന്റ് നിർത്തിയിട്ട് നിങ്ങൾ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ PF വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആവുന്നത്. 50,000 രൂപയിലും കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 അതിൽ കൂടുതൽ നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആവുന്നത്. 10% ആണ് TDSന്റെ റേറ്റ് വരുന്നത്. സെക്ഷൻ 193 ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഓർ ബോൺസ്, അതായത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 10% ആണ് ഇതിന്റെ TDS റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ത്രഷോൾഡ് ലിമിറ്റ് വരുന്നത് 20,000 rupees ആണ്. അപ്പൊ ഇതിന് മുൻപ് ഇതുവരെയുള്ള ആ ഒരു ത്രഷോൾഡ് ലിമിറ്റ് ഈ ഫിനാൻഷ്യൽ ഇയർ ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 10,000 rupees ആയിരുന്നു. അപ്പൊ അത് 20,000 ആക്കിയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഇപ്പോൾ ഏതാണോ നേരത്തെ വരുന്നത് ആ സമയത്ത് 10% TDS അപ്ലിക്കബിൾ ആയിരിക്കും. സെക്ഷൻ 194 ഡിവിഡന്റ്. ഒരു ഡൊമസ്റ്റിക് കമ്പനി റെസിഡൻസിന് ഡിവിഡന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് സെക്ഷൻ 194 അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 മുതൽ 10,000 rupees ആണ് ഇതിന്റെ ത്രഷോൾഡ് ലിമിറ്റ് വരുന്നത്. 10% ആണ് TDSന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് മുൻപിട്ടായിരുന്ന ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 5,000 rupees മാത്രമായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് ഓർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് വിച്ച് ഈസ് ഏർലിയർ എന്നുള്ള ഒരു ഇതിലാണ് TDSന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. സെക്ഷൻ 194A ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 194A എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അതായത് നമ്മളുടെ സാധാരണ ബാങ്കുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, പോസ്റ്റ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, ഇതിനാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. സെക്ഷൻ 194A വരുന്നത്. അപ്പോൾ ഇതിൽ റേറ്റ് വരുന്നത് 10% ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 ഫിനാൻഷ്യൽ ഇയർ മുതൽ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 1 lakh വരെ എക്സെപ്ഷൻ ഉണ്ട്. അതല്ല അതർ ദാൻ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 വരെ ഇൻട്രസ്റ്റിന് എക്സെപ്ഷൻ ഉണ്ട്. ഇനി അത് മാത്രമല്ല, മുൻപുണ്ടായിരുന്ന ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് 40,000 ആയിരുന്നു സാധാരണ സിറ്റിസൺസിന്. സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 ആയിരുന്നു. ഇനി ഇതിൽ കൂടുതലാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ പോലും നിങ്ങൾക്ക് ടാക്സ് ലിമിറ്റിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഫോം നമ്പർ 15G അല്ലെങ്കിൽ 15H സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് TDSൽ നിന്നും ഒഴിവാവുന്നതാണ്. അപ്പോൾ ഇതാണ് 194A വന്നിരിക്കുന്ന മാറ്റങ്ങൾ. സെക്ഷൻ 194B ലോട്ടറി അല്ലെങ്കിൽ ക്രോസ് വേർഡ് പസിൽസ് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആവുന്നത്. ഇതിൽ TDS റേറ്റ് വരുന്നത് 30% ആണ്. പലപ്പോഴും നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ട് ഓണം ബമ്പറൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പൈസ കിട്ടും എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ 30% ആവുന്നതാണ് അവിടെ TDSന്റെ റേറ്റ് വരുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും വലിയൊരു എമൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സർചാർജ് കൂടി വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത്, ഇത് ഓരോ ട്രാൻസാക്ഷനും ഈ ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. മുൻപത് ഒരു അഗ്രിഗേറ്റ് ആയിരുന്നു. അതായത് പലപ്പോഴായിട്ട് പല ട്രാൻസാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് 10,000 rupees കൂടുതൽ നിങ്ങൾക്ക് ഒരു സമ്മാനമായിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 rupees ആണ് ത്രഷോൾഡ് വരുന്നത്. അതിൽ കൂടുതൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 5,000 അങ്ങനെ 2 ട്രാൻസാക്ഷനിൽ കൂടി ലഭിക്കുകയാണെങ്കിൽ പോലും ഇത് അപ്ലിക്കബിൾ ആയിരുന്നു. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഓരോ ട്രാൻസാക്ഷനും 10,000 വരെ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ 10,000 കണക്കാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ TDS റേറ്റ് 30% എന്നുള്ളത് അപ്ലിക്കബിൾ ആവുന്നത്. സെക്ഷൻ 194B ഓൺലൈൻ ഗെയിംസിൽ നിങ്ങൾ ഒരു വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TDS അപ്ലിക്കബിൾ ആണ്. അവിടെ ഒരു പ്രത്യേകത ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ത്രഷോൾഡ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര പൈസ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെല്ലാത്തിനും TDS അപ്ലിക്കബിൾ ആണ്. 30% ആണ് TDSന്റെ റേറ്റ് വരുന്നത്.
സെക്ഷൻ 194 BB വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസസ് ആണ് വരുന്നത്. 10,000 റുപ്പീസ് ആണ് ഇതിന്റെ സീലിംഗ് വരുന്നത്. 30% ആണ് TDSന്റെ റേറ്റ് വരുന്നത്. സെക്ഷൻ 194C പേയ്മെന്റ് ടു കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ സബ് കോൺട്രാക്ടേഴ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 194C എന്ന് പറയുന്നത്. പലപ്പോഴും ബിസിനസ്സിൽ ഇതുപോലെയുള്ള കോൺട്രാക്ട് പേയ്മെന്റുകൾ, ഇപ്പൊ AMC പേയ്മെന്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും അപ്ലിക്കബിൾ ആവുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 194C എന്ന് പറയുന്നത്. അപ്പോൾ 30,000 ആണ് ഇതിന്റെ ഒരു സിംഗിൾ പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 30,000 ആണ് സീലിംഗ് ലിമിറ്റ് വരുന്നത്. അതല്ല ഇനി അഗ്രിഗേറ്റ് പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഡ്യൂറിംഗ് ദ ഇയറിൽ നിങ്ങൾ ഒരു 1 lakhൽ കൂടുതൽ നിങ്ങൾ ഒരു പാർട്ടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് അപ്ലിക്കബിൾ ആവും. 30,000 സിംഗിൾ പേയ്മെന്റ്, 1 lakh എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് പേയ്മെന്റ്, അങ്ങനെയാണ് ഇതിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. അതിൽ റേറ്റ് വരുന്നത് 1% ആണ് റേറ്റ് വരുന്നത്. അതായത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ആണെന്നുണ്ടെങ്കിലാണ് ഈ 1% നമ്മൾ റേറ്റ് വരുന്നത്. അപ്പോൾ അതർ ദാൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ആണെന്നുണ്ടെങ്കിൽ 2%, അതായത് ഒരു പക്ഷേ ചിലപ്പോൾ ഫെയിം ആയിരിക്കും അല്ലെങ്കിൽ കമ്പനികളൊക്കെ ആയിട്ടാണ് നിങ്ങൾ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2% ആണ് റേറ്റ് വരുന്നത്. സെക്ഷൻ 194D ഇൻഷുറൻസ് കമ്മീഷൻ റേറ്റ് വരുന്നത് 5% ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 15,000 ആയിരുന്നു. ഈ ഫിനാൻഷ്യൽ ഇയറിൽ 2025-26 മുതൽ 20,000 ആക്കിയിട്ട് അതിന്റെ സീലിംഗ് ലിമിറ്റ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5% ഇൻഷുറൻസ് കമ്മീഷന്റെ TDS റേറ്റ് വരുന്നത്. സെക്ഷൻ 194DA നിങ്ങൾക്ക് ഇൻഷുറൻസ് മെച്യൂരിറ്റി പ്രൊസീഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലൈഫ് ഇൻഷുറൻസിൽ മെച്യൂരിറ്റി പ്രൊസീഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്ന സെക്ഷനാണ് സെക്ഷൻ 194DA എന്ന് പറയുന്നത്. അപ്പോൾ മോർ ദാൻ 1 lakh റുപ്പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആവുന്നത്. ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 lakh റുപ്പിയാണ്. TDS റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പൊ ജനറലി ഒരു ഇൻകം കോമ്പണൻസിനാണ് ഇതൊരു TDS റേറ്റ് അപ്ലിക്കബിൾ ആവുന്നതെങ്കിൽ പോലും പലപ്പോഴും ചിലപ്പോൾ ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് പിടിക്കാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ 30 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് 50 ലക്ഷം രൂപയാണ് കിട്ടിയതെങ്കിൽ എഫക്റ്റീവ്ലി 20 lakhs റുപ്പീസിനാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ അതിന്റെ 5%. ഇനി അതിലൊരു എക്സംഷൻ ഉള്ളതെന്ന് പറയുന്നത് നിങ്ങളുടെ പോളിസി സെക്ഷൻ 10(10)D പ്രകാരം എക്സംപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ TDS അപ്ലിക്കബിൾ അല്ല. സെക്ഷൻ 194G റെമ്യൂണറേഷൻ ഓർ കമ്മീഷൻ ടു ലോട്ടറി ഏജന്റ്സ് 20,000 ആണ് ത്രെഷോൾഡ് ലിമിറ്റ് വരുന്നത്. 2025-26 ഫിനാൻഷ്യൽ ഇയർ മുതലാണ് നമ്മുടെ ഈ ബഡ്ജറ്റിലാണ് ലിമിറ്റ് എൻഹാൻസ് ചെയ്തത്. അതിനു മുൻപ് 15,000 രൂപയായിരുന്നു അതിന്റെ ലിമിറ്റ് ഉണ്ടായിരുന്നത്. ഇനി റേറ്റ് വരുന്നത് TDSന്റെ റേറ്റ് വരുന്നത് 5% ആണ് TDSന്റെ റേറ്റ് വരുന്നത്. സെക്ഷൻ 194H കമ്മീഷൻ ഓർ ബ്രോക്കറേജ്, അതായത് ഇതിനു മുൻപ് നമ്മൾ പറയാത്ത 194Dയിൽ കമ്മീഷനെ പറ്റി പറഞ്ഞിരുന്നു, 194Gയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊന്നും ഉൾപ്പെടാത്ത വേറെ കമ്മീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മളുടെ ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആവുന്നത്. സെക്ഷൻ 194H അപ്ലിക്കബിൾ ആവുന്നത്. വീണ്ടും ത്രെഷോൾഡ് ലിമിറ്റ് വരുന്നത് 20,000 ആണ്. ഈ ഫിനാൻഷ്യൽ ഇയർ മുതലാണ് എൻഹാൻസ് ചെയ്തിരിക്കുന്നത്. TDSന്റെ റേറ്റ് വരുന്നത് 5% ആണ്. സെക്ഷൻ 194I റെന്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലൊക്കെ 20,000 എന്നുള്ള ഒരു ലിമിറ്റ് ആയിരുന്നു അപ്ലിക്കബിൾ ആയിരുന്നത്. അപ്പോൾ ഇത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ 2025-26 മുതൽ 50,000 റുപ്പീസ് പെർ മന്ത്, അതായത് 6 lakhs വരെയാണ് നമുക്ക് ത്രെഷോൾഡ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ 6 ലക്ഷം രൂപ വരെയുള്ള റെന്റിന് ഇത് അപ്ലിക്കബിൾ അല്ല. അപ്പൊ അതിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ TDS അപ്ലിക്കബിൾ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ TDSൽ നിന്നും ഈ ഒരു പ്രൊവിഷൻ കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ റേറ്റ് വരുന്നത് 10% ആണ്. അപ്പൊ അതിന് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 10% ആണ് ഫോർ ബിൽഡിംഗ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വരുന്നത്. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ആണെന്നുണ്ടെങ്കിൽ 2% ആണ് TDSന്റെ റേറ്റ് അവിടെ വരുന്നത്. സെക്ഷൻ 194IA ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു TDS ആണത്. അപ്പോൾ ബയ്യർ സെല്ലർക്ക് കൊടുക്കുന്നതിന് മുൻപ്, പൈസ കൊടുക്കുന്നതിന് മുൻപ് ആ ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് 50 ലക്ഷം രൂപയിൽ കൂടുതലാണ് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 lakhs റുപ്പീസ് ആണ് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 1% TDS അപ്ലിക്കബിൾ ആണ്. അപ്പൊ 50 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും TDS അപ്ലിക്കബിൾ ആണ്, എക്സെപ്റ്റ് അഗ്രികൾച്ചർ ലാൻഡ്. ഇപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു അഗ്രികൾച്ചർ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലിക്കബിൾ അല്ല. അതർ ദാൻ അഗ്രികൾച്ചർ ലാൻഡ് ഈ TDS അപ്ലിക്കബിൾ ആണ്. 50 ലക്ഷം രൂപയാണ് TDSന്റെ ത്രെഷോൾഡ് ലിമിറ്റ് വരുന്നത്. 1% ആണ് TDS റേറ്റ് വരുന്നത്. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ബിസിനസ് ഒന്നും നടത്തണം നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ഇടപാടിൽ നിങ്ങൾ ഒരു ബയ്യറാണ്, നിങ്ങൾ 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സെല്ലർക്ക് പൈസ കൊടുക്കുന്നതിന് മുൻപ് 1% TDS പിടിച്ചതിന് ശേഷം മാത്രമാണ് പേയ്മെന്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. സെക്ഷൻ 194J പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സർവീസസ് അല്ലെങ്കിൽ റോയൽറ്റി പേയ്മെന്റുകൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 194J എന്ന് പറയുന്നത്. നിങ്ങൾ പ്രൊഫഷണൽസിന്, ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അല്ലെന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി, കോസ്റ്റ്
അക്കൗണ്ടൻസ്, അഡ്വക്കേറ്റ്സിനൊക്കെ പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ TDS തീർച്ചയായിട്ടും പിടിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 10% ആണ് അതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 30,000 റുപ്പീസ് ആയിരുന്നു. പക്ഷെ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 മുതൽ അത് 50,000 റുപ്പീസ് ആക്കിയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൊഫഷണൽ സർവീസസ് റോയൽറ്റി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10% ആണ് റേറ്റ് വരുന്നത്. ടെക്നിക്കൽ സർവീസസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് വരുന്നത് 2% ആണ്. സെക്ഷൻ 194K ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്. നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്ന സെക്ഷനാണ് സെക്ഷൻ 194K എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 5,000 റുപ്പീസ് ആയിരുന്നു. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 5,000 രൂപ വരെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സീലിംഗ് ലിമിറ്റ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 മുതൽ 10,000 റുപ്പീസ് ആയിട്ട് അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ TDSന്റെ റേറ്റ് വരുന്നത് 10% ആണ് TDS റേറ്റ് വരുന്നത്. സെക്ഷൻ 194LA ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട്, അതായത് കമ്പൽസറി അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് പിടിക്കുന്ന ഒരു TDS ആണ് സെക്ഷൻ 194LA എന്ന് പറയുന്നത്. 10% ആണ് അതിന്റെ റേറ്റ് വരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന TDS സീലിംഗ് ലിമിറ്റ്, അതിന്റെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 lakhs ആയിരുന്നു. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 മുതൽ 5 lakhs വരെ അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻസിനാണ് ഇനി മുതൽ കമ്പൽസറി അക്വിസിഷൻ പ്രകാരം TDS പരിധിയിൽ വരുന്നുള്ളൂ. സെക്ഷൻ 194N വളരെ പോപ്പുലർ ആയിട്ടുള്ള സെക്ഷനാണ്. കാരണം ക്യാഷ് വിഡ്രോവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെക്ഷനാണ്. പല ആളുകളും ബാങ്കിൽ നിന്ന് ക്യാഷ് ഒക്കെ വിഡ്രോ ചെയ്യുമ്പോൾ ടാക്സ് പിടിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു സെക്ഷന്റെ ഇമ്പാക്ട് കൊണ്ടാണ് അങ്ങനെ ടാക്സ് പിടിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ലാസ്റ്റ് 3 years ഒക്കെ ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 20 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് നിങ്ങൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആവും. അപ്പോൾ ഇനി അതല്ല, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സീലിംഗ് ലിമിറ്റ് 1 crore റുപ്പീസ് വരെ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ഇനി കറണ്ട് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 50 lakhs വരെ നിങ്ങൾക്ക് ലിമിറ്റ് വരുന്നുണ്ട്. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 1 കോടി രൂപയിലേക്ക് മുകളിൽ നിങ്ങൾ ക്യാഷ് വിഡ്രോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും TDS അപ്ലിക്കബിൾ ആയിരിക്കും. 2% ആണ് TDS റേറ്റ് വരുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും TDS ഒരു ഹയർ റേറ്റിലായിരിക്കും അപ്ലിക്കബിൾ ആവുന്നത്. സെക്ഷൻ 194Q നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ ടേൺ ഓവർ 20 കോടി രൂപയിൽ കൂടുതലാണ് എന്ന് കരുതും. അപ്പോൾ കഴിഞ്ഞ ഇതുവരെയുള്ള ഫിനാൻഷ്യൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ 10 crores ആയിരുന്നു അതിന്റെ ലിമിറ്റ് വരുന്നത്, ഈ സെക്ഷന്റെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളൊരു ബയ്യറാണ്, നിങ്ങൾ ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കുകയാണ്. അയാളുമായിട്ട് നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇടപാട് 50 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓരോ പേയ്മെന്റിനും, ഈച്ച് ആൻഡ് എവരി പേയ്മെന്റിനും നിങ്ങൾ 0.1% TDS പിടിച്ചതിന് ശേഷം മാത്രമാണ് പേയ്മെന്റ് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതാണ് സെക്ഷൻ 194Q വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെക്ഷൻ 206 ഒരു TCS കൂടി അപ്ലിക്കബിൾ ആയിരുന്നു. അപ്പോൾ ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ 194Qവും 206ഉം. അപ്പോൾ ഈ ബഡ്ജറ്റിൽ 2025-26 ബഡ്ജറ്റിൽ ആ TCSന്റെ പ്രൊവിഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ടോട്ടലി നമുക്ക് ഒഴിവായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നടക്കാം. നിങ്ങളുടെ ബിസിനസ്സോ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു പെർക്വിസിറ്റ്സ് കിട്ടുകയാണെന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആവുന്ന TDS ആണ് സെക്ഷൻ 194R പറയുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അതിന്റെ ഒരു സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 ആയിരുന്നു. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 മുതൽ അതിന്റെ സീലിംഗ് ലിമിറ്റ് 50,000 റുപ്പീസ് ആയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ വരുന്ന ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 10% ആണ് അതിന്റെ റേറ്റ് വരുന്നത്. സെക്ഷൻ 194S TDS ഓൺ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. പലപ്പോഴും നിങ്ങൾ ക്രിപ്റ്റോ കറൻസി ഒക്കെ ഡീൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾക്കൊരു 1% TDS അവിടെ വരുന്നത് കാണാം. നിങ്ങൾ സെൽ ചെയ്യായിരിക്കും, ചിലപ്പോൾ ഒരു പക്ഷേ ബൈ ചെയ്യായിരിക്കും. അപ്പോൾ ജനറലി ഇതിന്റെ ഒരു TDSന്റെ ത്രഷോൾഡ് ലിമിറ്റ് വരുന്നത് 10,000 റുപ്പീസ് ആണ്. ഇനി സ്പെഷ്യൽ കേസിൽ അതൊരു 50,000 റുപ്പീസ് വരെ പോവാം. അപ്പോൾ നിങ്ങൾ ക്രിപ്റ്റോ കറൻസി ഡീൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ 1% അവർ TDS ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ TDSന്റെ പേഴ്സൻറ്റേജ് വരുന്നത് 1% മാത്രമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻസ് വരുമ്പോൾ ഇത് TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻ നടത്തി TDS പിടിച്ച ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ടാക്സിന് നോട്ടീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾക്ക് നോട്ടീസും വന്നിട്ടുണ്ട്. സെക്ഷൻ 194T പേയ്മെന്റ് ടു പാർട്ട്നേഴ്സ്. അതായത് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഫേമിലാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം പാർട്ട്നേഴ്സിന് സാലറി, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ഒക്കെ കൊടുക്കുകയാണ് എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
2025-26 ഫിനാൻഷ്യൽ ഇയർ മുതൽ ഒരു പുതിയ സെക്ഷൻ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ മുതൽ നിങ്ങൾ സാലറി റെമ്യൂണറേഷനോ ഇൻട്രസ്റ്റോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 10% TDS കൊടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പേയ്മെന്റ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ സീലിംഗ് ലിമിറ്റ് വരുന്നത് 20,000 ആണ്. അപ്പോൾ ചെറിയൊരു സീലിംഗ് ലിമിറ്റ് ആണ് വെച്ചിരിക്കുന്നത്. എന്തിന്റെ ആയാലും പാർട്ണർഷിപ്പ് ഫേമുകൾ 20,000 രൂപയിൽ കൂടുതൽ TDS മീൻസ് റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷൻ പുതിയ സെക്ഷനാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണ്. TDS പിടിച്ചതിന് ശേഷം മാത്രം പാർട്ട്നേഴ്സിനുള്ള പേയ്മെന്റ്സുകൾ റിലീസ് ചെയ്യുക. അപ്പോൾ TDSൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 192 സാലറി മുതൽ പാർട്ട്നേഴ്സിനുള്ള പേയ്മെന്റ് വരെ 194T വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ സെക്ഷൻസും കവർ ചെയ്തിട്ടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇനി സെക്ഷൻ 194Tക്ക് ശേഷം വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു സെക്ഷനാണ് സെക്ഷൻ 195 എന്ന് പറയുന്നത്. അപ്പോൾ 195 എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ടു NRIs ആണ്. അപ്പോൾ NRIസിന് നിങ്ങൾ എന്ത് പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ TDS അപ്ലിക്കബിൾ ആണ്. ജനറൽ റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. പക്ഷെ ചില കേസിൽ സ്പെഷ്യൽ റേറ്റും അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ NRIസിന് ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ആയിരിക്കും അവിടെ സ്പെഷ്യൽ റേറ്റിൽ TDSന്റെ റേറ്റ് വരുന്നത്. ഇനി ലാൻഡ് ട്രാൻസാക്ഷൻ ആണ്, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ 12.5% ആണ് ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ TDSന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ NRIസിന് പല പല റേറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള TDSനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ഇന്ന് നടത്തിയിരുന്നത്. അപ്പോൾ മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസുകൾ നമ്മുടെ ചാനലിലാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.